തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുക? നമ്മൾ 2014 കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഈ ബൂത്തുകളുടെ പേര് രതീഷ് ഒന്ന് ഇടവേള എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്ക് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. 2014 പോലെ ഞാനത് ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന 13,666 എന്നത് തരൂർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ഫിഗർ അല്ല. അതിന്റെ കാരണം ഇനി എണ്ണാൻ പോകുന്ന ബൂത്തുകളുടെ സ്വഭാവം അങ്ങനെയാണ്. നേമം, തിരുവനന്തപുരം ഈ രണ്ട് മണ്ഡലം BJPക്ക് ലീഡ് പിടിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. നേമം പ്രത്യേകിച്ചും. നേമത്ത് ഇനി എണ്ണാൻ പോകുന്നത് അതിൻ്റെ ഓർഡർ വൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി എണ്ണാൻ പോകുന്നത് വെള്ളായണി BJPയുടെ കോട്ടയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പൂഴിക്കുന്ന്, പാപ്പനംകോട് ഇവിടെയെല്ലാം തുടരെ നഗരസഭയിലടക്കം വിജയിക്കുന്ന സ്ഥലങ്ങളാണ്. കമലേശ്വരം, അമ്പലത്തറ, നീർമൺകര, പാപ്പനംകോട്, പൂഴിക്കുന്ന്, വെള്ളായണി, കരിമം, കാരക്കാമണ്ഡപം, നേമം, തിരുവല്ലം, പുഞ്ചക്കരി, പാച്ചിൽ ആ മേഖലയിലേക്ക് വരുമ്പോൾ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന് അവിടെ ഒരു അല്പം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ പുഞ്ചക്കരി മേഖലയിലൊക്കെ ഒരു പക്ഷേ തരൂരിന് സാധാരണ കിട്ടാറുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ ഈ ബൂത്തുകളിൽ വോട്ടെണ്ണുമ്പോൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു സാധാരണ 15,000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസം കോൺഗ്രസുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഉണ്ടാകാറുണ്ട്. ആ നിലയിലേക്കൊരു വലിയ വളർച്ച രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 15,000, 20,000 വോട്ടിൻ്റെ ലീഡ്, ഒരു 15,000 വോട്ടെങ്കിലും ഈ റൗണ്ട് ഇത്ര കഴിഞ്ഞുകൊണ്ട് ലീഡ് വന്നാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന 13,666 എന്നത് അപ്രസക്തമായി പോകും. രണ്ടാമത്തെ തിരുവനന്തപുരം മണ്ഡലമാണ് BJPക്ക് വലിയ താല്പര്യമുള്ള വലിയ വോട്ട് കിട്ടാൻ സാധ്യത. അവിടെ ഇനി എണ്ണാൻ പോകുന്നത് മേട്ടുക്കട, ചാല, മേലാറന്നൂർ, അട്ടക്കുളങ്ങര, കുര്യാത്തി, വലിയതുറ, ശ്രീവരാഹം, മണക്കാട്, ഭീമാപ്പള്ളി, പൂന്തുറ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 1-2 മേഖലകൾ BJPക്ക് ഒരുപക്ഷെ വലിയ അപ്രമാദിത്വം നൽകാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. ജഗതിയടക്കം, മേലാറന്നൂർ, അട്ടക്കുളങ്ങര, കുര്യാത്തി, പ്രത്യേകിച്ച് കുര്യാത്തി, ശ്രീവരാഹം, മണക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവിടെ ഒരു മിക്സഡ് തരത്തിൽ നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. ഒരു വലിയ ലീഡൊന്നും രാജീവ് ചന്ദ്രശേഖരൻ കിട്ടിയില്ലെങ്കിലും BJPക്ക് അനുകൂലമാണ് ട്രെൻഡെങ്കിൽ ഒരു 1000-2000 വോട്ടിൻ്റെ ലീഡ് അവിടെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 17,000 വോട്ട് വരെ ഇനിയും സമാഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും. പക്ഷേ നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോൾ ഇനി എണ്ണാനുള്ളത് ഉദിയൻകുളങ്ങര, വ്ളാത്താങ്കര, ആറയൂർ, തിരുപുറം, കുളത്തൂർ, പൊഴിയൂർ, ആയിര, ഉച്ചക്കടക്കാരോട് ഈ മേഖല വലിയ ഭൂരിപക്ഷം എപ്പോഴും തരൂരിന് നൽകാറുള്ള പ്രദേശമാണ്. ഇവിടെ LDF വോട്ട് പിടിക്കുകയാണെങ്കിൽ, ഇക്കുറി പന്നിന് വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തരൂരിന് അത്രയും സീറ്റ് വോട്ട് ലഭിക്കില്ല. പന്നിന് അവിടെ വോട്ട് പിടിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 10,000 വോട്ടിൻ്റെയൊക്കെ ലീഡ് അവിടെ നിന്ന് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇനി പാറശാല മണ്ഡലത്തിലേക്ക് വന്നാൽ അതും സാധാരണ നിലയിൽ തരൂരിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. അതിൽ പാറശാല, ചെറുവാരക്കോണം, പള്ളുകൾ, ഇഞ്ചിവിള, ആനാവൂർ, കുന്നത്തുകാൽ, കാരക്കോണം, ആനപ്പാറ, കിളിയൂർ, വെള്ളറട, മുള്ളിലവുള ഈ മേഖലകളിലും പന്നിൻ്റെ വീന്തന് അധികം വോട്ട് പിടിച്ചില്ലെങ്കിൽ തരൂരിന് കയറി വരാം. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക് എന്ന് പറയുന്നത് തരൂരിന് ഒരു കംഫർട്ടബിളായ വിജയം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഈ ഇതുവരെയുള്ള ഒരു വോട്ടെണ്ണലിന്റെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം കൂടെ രതീഷ്, 2097 വോട്ടിന് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മുന്നിലായിരുന്നു. അതിപ്പോൾ 667 വീണു. നിങ്ങൾ ആ മണ്ഡലംകാരനല്ലേ, ഇനി ബാക്കി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആറ്റിങ്ങലിനെ സംബന്ധിച്ച് അവിടെ ഒരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കും സംഭവിക്കുക. അവിടെ നമുക്ക് ഇതുപോലെ എണ്ണി പറയാൻ കഴിയില്ല. കാരണം ആറ്റിങ്ങലിന്റെ ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 7 തവണ വിജയിച്ച LDF തുടർച്ചയായി CPM വിജയിച്ച മണ്ഡലമാണല്ലോ പഴയ ചിറയൻകീഴും. ഞാൻ ഇപ്പോൾ ഒറ്റ നിലയ്ക്ക് വായിക്കാം, രതീഷിനെ ഇടപെടാതെ തന്നെ. ഇപ്പോൾ നിലയിൽ ഇതുവരെ ഇപ്പോഴത്തെ എണ്ണിക്കഴിഞ്ഞ വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ 1,87,603 വോട്ട് അടൂർ പ്രകാശിന്, 1,85,726 വോട്ട് വി ജോയ്ക്ക്, 1,81,375 വോട്ട് വ്യത്യാസം എത്രയാണ്? 6,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. LDFുമായി അടൂർ പ്രകാശും BJPയും തമ്മിലുള്ള വ്യത്യാസമാണ്. ടോട്ടൽ ഭൂരിപക്ഷത്തിൽ നിന്നും വെറും ഏതാണ്ട് 5,000 വ്യത്യാസം LDFുമായി. 4,000 വ്യത്യാസമാണ് LDFും BJPയും തമ്മിലുള്ളത്. 6,000 വ്യത്യാസമാണ് BJPയും ഇതുവരെ അവിടെ സംഭവിക്കാത്ത ഒരു പാറ്റേൺ ആണ്, വോട്ടിംഗ് പാറ്റേൺ ആണ് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മണ്ഡലം തുടർച്ചയായി CPM വിജയിച്ചിരുന്നതാണ്. ആ വോട്ടിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസം ഉണ്ടായാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു വന്നത്. അപ്പോൾ 2019 വോട്ടിംഗ് പാറ്റേണുമായി ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത റിസൾട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആറ്റിങ്ങൽ പ്രൊഡിക്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കും സംഭവിക്കുക. ഇനി ഒരു പക്ഷേ അത്ഭുതം വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ BJPക്കാർക്ക് അല്പമൊന്ന് പ്രതീക്ഷിക്കാം. മുരളീധരൻ ഒരുപക്ഷെ ഒന്ന് കയറി വരാനുള്ള സ്പേസ് ഇനിയുമുണ്ട്. കാരണം സാധാരണ നിലയിൽ BJP വലിയ പെർഫോമൻസ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചു എങ്കിൽ പോലും അതിന് മുന്നിലേക്ക് ഇപ്പോൾ മുരളീധരൻ വരുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 പേർക്കും ആറ്റിങ്ങലിന്റെ ചുമതലയുള്ള BJP നേതാവ് എനിക്കിപ്പോൾ അയച്ച മെസ്സേജ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ 6,000 വോട്ടിന് ഡിഫറൻസ് ആണുള്ളത്. ഇനി 2 ബൂത്ത് ഞങ്ങളുടെ ബൂത്ത് എണ്ണാനുണ്ട്. ആ 2 ബൂത്തുകളിലായി 6,200 വോട്ടിന്റെ ലീഡ് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം അവകാശം. ശരി, എങ്കിലും ഇനി ഒട്ടേറെ ബൂത്തുകൾ എണ്ണാനുണ്ട്.
റൗണ്ടുകൾ എണ്ണാനുണ്ടല്ലോ, ഈ 2 ബൂത്തിൽ ആ ലീഡ് പിടിച്ചാൽ ഒരു പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ലീഡിലേക്ക്, ഒരു ചെറിയ ലീഡിലേക്കെങ്കിലും കയറി വരാമെന്നായിരിക്കും അല്ലേ? ഇപ്പോൾ റിസൾട്ടിൽ നിന്ന് ചെറിയൊരു ലീഡിലേക്ക്. എങ്കിൽ പോലും ആറ്റിങ്ങിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ഇതുവരെയുള്ള പാർട്ടിയാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് 2014 പാർട്ടിയാണ് അതേപടി ഒ രാജഗോപാൽ മത്സരിച്ചപ്പോഴുള്ള അതേ പാർട്ടിയാണ് അതേപടി ആവർത്തിക്കുകയാണ്. അന്ന് 14,000-ൽ പരം വോട്ടുകളുടെ ലീഡിലേക്ക് പോയ ഒ രാജഗോപാലാണ് അവസാന റൗണ്ടിൽ ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചു വന്ന അവസാനത്തെ 10 റൗണ്ടിന് ശേഷം പെട്ടെന്ന് തരൂരിന് വലിയ മേൽക്കൈ ഉണ്ടാകുകയും 15,000 ചില്ലറ വോട്ടിന് അദ്ദേഹം വിജയിക്കുകയും ചെയ്ത ആ പാറ്റേൺ തന്നെയാണ് സംഭവിക്കുന്നത്. എങ്കിലും ഈ ബൂത്തുകൾ നേമത്ത് ഇത്രയധികം ബൂത്തുകൾ എണ്ണാൻ കിടക്കുന്നതുകൊണ്ട്, മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നേമത്ത് കൂടുതൽ ബൂത്തുകൾ എണ്ണാൻ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ആറ്റിങ്ങിലും തിരുവനന്തപുരവും ഇഞ്ചോടിഞ്ച് ഫോട്ടോ ഫിനിഷ് തന്നെയാണ്, ഒരു സംശയവുമില്ല.